വൈദ്യുതി നിയന്ത്രണമില്ല എന്ന് KSEB പറയുമ്പോഴും അപ്രഖ്യാപിത പവർ കട്ടിൽ വലഞ്ഞിരിക്കുകയാണ് ജനം. പകൽ സമയത്തിന് പിന്നാലെ രാത്രികാലങ്ങളിലും പവർ കട്ട് ഉണ്ടാകുന്നു എന്നാണ് പരാതി. കനത്ത ചൂടിനിടെ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. MG പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷ, ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലാണ് വരുന്നതെങ്കിൽ 15 മിനിറ്റ് ഇവിടെ ഇല്ല, അതിന് താഴെ കമന്റുകൾ വരികയാണ്. ഇവിടെ ഇപ്പോൾ പോയി, ഇവിടെ ഇപ്പോൾ വന്നു തുടങ്ങിയ രീതിയിലാണ് ഈ പരിഹാസവും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. മധു, തീർച്ചയായും. കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യകത സർവകാല റെക്കോർഡിൽ എത്തിയിട്ടും പവർ കട്ടിന്റെ ആവശ്യമില്ല എന്നതാണ് KSEBയും വൈദ്യുതി മന്ത്രിയും അടക്കം വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പവർ കട്ട് ഉണ്ടാകുന്നു എന്നതാണ് ജനങ്ങൾ തന്നെ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിൽ പവർ കട്ട് പോകുമ്പോൾ അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഈ സംസ്ഥാനത്ത് ഇന്നലെ രാത്രി പലയിടങ്ങളിലും 15 മുതൽ 30 മിനിറ്റ് വരെ അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. പ്രധാനമായും രാത്രി 11 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പലയിടങ്ങളിലും കറണ്ട് പോയത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് KSEB ഓഫീസിലേക്ക് പലയിടങ്ങളിലും ഈ യുവജന സംഘടനകളുടെ ഭാഗമായും ജനങ്ങൾ നേരിട്ടും എത്തി പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ 23-ാം തീയതി വൈദ്യുതി ആവശ്യകത 6195 മെഗാവാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി KSEBയെ സംബന്ധിച്ച് ഉണ്ട്. പക്ഷേ ആ ഒരു പവർ കട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലില്ല. പുറത്തുനിന്ന് വൈദ്യുതി ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന വിശദീകരണം KSEB നൽകുന്നുണ്ട്. മാത്രമല്ല, നിലവിൽ സംസ്ഥാനത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ പവർ കട്ടുകൾ അത് ഈ പവർ കട്ടല്ല, മറിച്ച് ഈ ലോഡ് താങ്ങാൻ കഴിയാത്തതിനെ തുടർന്നുണ്ടാകുന്ന സാങ്കേതിക ബുദ്ധിമുട്ട് മാത്രമാണ് എന്നതാണ് നിലവിൽ വിശദീകരിക്കുന്നത്. കാരണം വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെ വൈദ്യുതി ആവശ്യകത KSEBയുടെ പ്രതീക്ഷയിലും അപ്പുറത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ലോഡാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക തകരാറുകളുണ്ട്. അതാണ് ഈ പ്രശ്നത്തെ കാരണമെന്നതാണ് KSEB ആവർത്തിക്കുന്നത്. ശരി, MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.